അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ഹദീസ് ഓരോ ദിവസവും പഠിക്കുന്നതിലൂടെ പുതിയ ഒരു അറിവ് നമുക്ക് നേടാം എന്ന വിഷയത്തിൽ 50-ാമത്തെ ഭാഗമാണ്, ഹദീസാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിന്റെ മുമ്പ് വന്ന 49 ഹദീസുകളും നമ്മുടെ ചാനലിൽ പല ഭാഗത്തായി ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹദീസ് എന്ന് പറയുന്ന ആ ഭാഗം എടുത്താൽ ഞാൻ പ്രത്യേകമായി ഇതൊക്കെ ഒരു ലിസ്റ്റിൽ ആക്കിയിട്ടുണ്ട്. ആ പ്ലേ ലിസ്റ്റിൽ നിന്ന് ഹദീസ് എന്ന ഭാഗം എടുത്താൽ 50 ഭാഗങ്ങളും അതിലുണ്ടായിരിക്കും. അത് കേൾക്കണം, മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയാണ്. ഇന്ന് അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന ഇമാം ബുഖാരി തങ്ങളുടെ കിതാബിൽ അതിന്റെ 35-ാമത്തെ പേജിൽ ബാബു ബിരിൽ വാലിദൈനി ബഅദ മൗതിഹിമാ, മാതാപിതാക്കൾ മരണപ്പെട്ട ശേഷം അവർക്ക് എങ്ങനെ ഗുണം ചെയ്യും, ഒരു മകൻ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് നന്മ ചെയ്യുക എന്ന് വിവരിക്കുന്ന അധ്യായം. ആ അധ്യായത്തിൽ ഇമാം ബുഖാരി തങ്ങൾ അദബുൽ മുഫ്രദ് എന്ന കിതാബിൽ പറഞ്ഞ ഹദീസാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഹദ്ദസന അബൂ നുഐമിൻ ഖാല ഹദ്ദസന അബ്ദുറഹ്മാൻ ഇബ്നുൽ ഗസീലി ഖാല അഖ്ബർനി ഉസൈദ് ഇബ്നു അലി ഇബ്നു ഉബൈദ് അൻ നബീഹി അന്നഹു സമിഅ അബാ ഉസൈദ് യുഹദ്ദിസുൽ ഖൗമ قال كنا عند النبي صلى الله عليه وسلم فقال رجل يا رسول الله هل بقي من بر أبوي شيء بعد موتهما أبركما؟ قال نعم، خصال 4: الدعاء لهما والاستغفار لهما وإنفاذ أحدهما وإكرام صديقهما وصلة الرحم التي لا رحم لك إلا من قبلهما. ഇതാണ് ഹദീസ്. അബൂ നുഐം എന്നവര് ഹദീസ് പറയുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഗസീൽ എന്നവര് നമ്മളോട് ഹദീസ് പറഞ്ഞു. അവര് പറയുന്നു, ഉസൈദ് ഇബ്നു അലി ഇബ്നു ഉബൈദ് എന്നവര് നമ്മളോട് ഹദീസ് പറഞ്ഞു, അവരുടെ പിതാവിൽ നിന്ന്. അന്നഹു സമിഅ അബാ ഉസൈദ്, അബൂ ഉസൈദ് എന്നവരെ സഹാബാക്കളോട് ഒരു ഹദീസ് വിവരിച്ചു കൊടുക്കുന്നത് കേട്ട് അവര് പറയുന്നു, കുന്നാ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ ഇരിക്കുമ്പോൾ ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ്, ഒരു പുരുഷൻ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ ബഖിയ മിൻ ബിരി അബവയ്യ ശൈഉൻ ബഅദ മൗതിഹിമാ, എന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഇനി അവർക്ക് വല്ല നന്മയും ചെയ്യാൻ എനിക്ക് സാധിക്കുമോ? അവർ മരിച്ചതിന് ശേഷം ആ നന്മ കൊണ്ട് ഞാൻ അവർക്ക് നന്മ ചെയ്യും. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ, മരിച്ചതോടുകൂടെ കഴിഞ്ഞിട്ടില്ല, മരണപ്പെട്ടു പോയാലും അവർക്ക് നന്മ ചെയ്യണം. 4 കാര്യങ്ങൾ. 1, അദ്ദുആഉ ലഹുമാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും മാതാപിതാക്കൾക്ക് വേണ്ടി. അപ്പൊ അവർക്ക് വേണ്ടി മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുക. 1. 2, വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക. 3, വഇൻഫാദു അഹദിഹിമാ,
അവരുടെ കരാറുകൾ, അവരെന്തൊക്കെ നമ്മളോട് വസിയത്ത് ചെയ്തിരുന്നോ അതൊക്കെ പ്രത്യേകം സൂക്ഷിക്കുക, അത് പാലിക്കുക, നടപ്പിലാക്കുക, നടപ്പിലാക്കുക. 4 അവ മാതാപിതാക്കളുടെ സ്നേഹിതന്മാരെ ആദരിക്കുക. മാതാപിതാക്കളെ പ്രായമുള്ള, അവരെപ്പോഴും കൂട്ടുകൂടിയിരുന്ന, അവരെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ ഉണ്ടാവും. അവരെ വിളിച്ചു കൊടുത്തിട്ട് അവർക്ക് വല്ല ഭക്ഷണം കൊടുക്കുക, അങ്ങനെ അവരെ ആദരിക്കുക. ഈ മാതാപിതാക്കളെ പേരിൽ വല്ല മൗലൂദ് എന്തെങ്കിലും നടക്കുമ്പോ ആ മാതാപിതാക്കളെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ആളുകളെ വിളിച്ചിട്ടല്ല നടത്തേണ്ടത്, അവിടെ സുഹൃത്തുക്കളായ ആൾക്കാരെ കൊണ്ടാണ് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അതേ പ്രകാരം ആ മാതാപിതാക്കൾ മുഖേനയല്ലാതെ നിനക്ക് അവരുമായി കുടുംബബന്ധമില്ല, അങ്ങനത്തെ കുടുംബങ്ങളുണ്ടല്ലോ, ആ കുടുംബത്തിനെ നീ ചേർക്കുക. അവരെടുത്ത് ഇടക്ക് പോയി വെക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു ഹദിയ കൊടുക്കുക, പ്രാർത്ഥന വസിയത്ത് ചെയ്യുക. ഇതൊക്കെ നിന്റെ മാതാപിതാക്കളും മരണപ്പെട്ട ശേഷവും അവർക്ക് വേണ്ടി നീ ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ്. അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന കിതാബ് ബാബു ബിദ്ദിൽ വാലിദൈനി ബഅദ മൗതിഹിമാ, മാതാപിതാക്കളും മരണപ്പെട്ട ശേഷം അവർക്ക് ഗുണം ചെയ്യുന്നതിനെ വിവരിക്കുന്ന അധ്യായം എന്ന അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്കെല്ലാം നന്മ നൽകട്ടെ. അവർക്ക് വല്ല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. വിജയികളിൽ അവരെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അതുപോലെ നമ്മുടെ ഭാര്യമാരുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ മാതാപിതാക്കൾ, അവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുകയും വിജയികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. അതുപോലെ എല്ലാവിധ ആഫത്ത്, ബലാ, മുസീബത്തുകളിൽ നിന്ന് നാം എല്ലാവരെയും, മക്കളെയും, കുടുംബത്തെയും, ഭാര്യമാരെയും, ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അവസാനം ആഖിബത്ത് നന്നായി പരിപൂർണ്ണ മുഅ്മിനായി മരിക്കാൻ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.